വെൻസുലും പ്രസിഡന്റ് മൊറോഡെ അമേരിക്കയിൽ തട്ടിക്കൊണ്ടുപോയി എന്താണ് സംഭവിച്ചത്? ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയെ മറ്റൊരു രാജ്യം അതിസാഹസ്യമായി തട്ടിക്കൊണ്ടു പോയിരിക്കുന്നു. വെൻസുലും പ്രസിഡന്റ് നിക്കോളാസ് മൊറോഡെ അമേരിക്കൻ സേന പിടികൂടി അമേരിക്കയിലേക്ക് കൊണ്ടുപോയി. മൊറോഡയ്ക്കെതിരെയുള്ള മയക്കുമരുന്ന് നിരോധന നിയമപ്രകാരമുള്ള കേസുകൾ അമേരിക്കയിൽ നടക്കുമെന്ന് കോടതിയിൽ ഹാജരാക്കണമെന്നും അവർ അറിയിച്ചു. ഇത് ഇറാഖിൽ സംഭവിച്ചത് സമാനമാണ്. സാദൻ ഹുസൈനും ഇതുപോലെ പിടികൂടി അമേരിക്കയിൽ എത്തുകയും ഒടുവിൽ വധശിക്ഷ വിധിക്കുകയും ചെയ്തിരുന്നു. വെൻസുലിൻ ഈ ഓപ്പറേഷൻ നടത്തിയത് ഡെൽറ്റ ഫോഴ്സ് ആണ്. ഓപ്പറേഷന്റെ വിശദാംശങ്ങൾ ഇത് നീക്കുന്നതിനായി അമേരിക്ക സൈന്യവും വേദാന സൈന്യവും എന്നിവ മാസങ്ങളോളം ചേർന്ന് പദ്ധതികൾ തയ്യാറാക്കുകയായിരുന്നു. വെറും 1.5 മണിക്കൂർ കൊണ്ടാണ് ഓപ്പറേഷൻ പൂർത്തിയാക്കിയത്. ആ സമയത്ത് 1.5 മുതൽ 2 മണിക്കൂർ വരെ വെൻസിലും പൂർണ്ണമായി ഇരുട്ടിലായിരുന്നു. വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടു. 150-ലധികം പേർ ഈ ദൗത്യത്തിൽ പങ്കെടുത്തു. ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയെ ആരെയും അറിയാതെ തട്ടിക്കൊണ്ടു പോകുന്നത് അത്ര എളുപ്പമല്ല. കൊട്ടാരത്തിലോ വീട്ടിലോ ആയാലും വലിയ സുരക്ഷാ വലയങ്ങൾ ഉണ്ടാകും. അത് ഭേദിക്കുന്നത് എന്നത് അമേരിക്കയെ സംബന്ധിച്ചത് വലിയൊരു വെല്ലുവിളിയായിരുന്നു. 150 പേർ അടങ്ങുന്ന സംഘം ഇതിനായി ദിവസങ്ങളോളം പരിശീലനം നടത്തി. ഇതിനു മുമ്പേ തന്നെ അമേരിക്ക തങ്ങളുടെ യുദ്ധക്കപ്പലുകൾ വെൻസുലിനെ ഗൺ ബോട്ട് ഡിപ്ലോമസി പ്രയോഗിച്ചിരുന്നു. ഏത് നിമിഷവും ഒരു ആക്രമണം വെൻസുലിനെ പ്രതീക്ഷിച്ചിരുന്നു. ഉപയോഗിച്ച സാഹസങ്ങൾ മൊറോഡയോ അറസ്റ്റ് ചെയ്യാൻ സാധാരണ സേനയൊന്നുമല്ല അമേരിക്ക അയച്ചത്. അതിനായി അത്യാധുനിക ഹെലികോപ്റ്ററുകളും വിമാനങ്ങളും ഉപയോഗിച്ച് വിമാനങ്ങൾ F-35, F-80, EA-80, F-22B-1, E-2 തുടങ്ങിയ മറ്റ് സന്നാഹങ്ങൾ, ധാരാളം ഡ്രോണുകൾ, ഗ്രൗണ്ട് ഫോഴ്സ്, സീ ഫോഴ്സ്, നേവൽ ഫോഴ്സ് എന്നീ സംയുക്തമായി പ്രവർത്തിച്ചു. വെൻസുലിലേക്ക് ചുറ്റുമുള്ള പവർ ഗ്രിഡ് ഓസ്കാർ ട്രംപ് ഉത്തരമിട്ടു. പുലർച്ചെ 2 മണിക്ക് തുടങ്ങിയ ഓപ്പറേഷൻ 3:30 അവസാനിച്ചു. ശത്രുവിന്റെ സൈനിക സേനകളെ തകർക്കാൻ തങ്ങൾക്ക് കഴിയുമെന്ന് അമേരിക്കയിൽ തെളിയിച്ചു. ആഗോള പ്രതികരണങ്ങൾ വെൻസുലും പ്രസിഡന്റ് ഉണ്ടായിരുന്ന ഒരിടത്തു മാത്രമല്ല, ഒരേ സെക്കൻഡിൽ 20 സ്ഥലങ്ങളിലാണ് ഓപ്പറേഷൻ ആരംഭിച്ചത്. മെറോഡയും ഭാര്യയും അറസ്റ്റ് ചെയ്ത് USA ടൂജിം എന്ന കപ്പലിലാണ് ആദ്യം പാർപ്പിച്ചത്. ഈ നടപടിയെ റഷ്യ, ചൈന, ഇറാൻ, UK തുടങ്ങിയ രാജ്യങ്ങൾ എതിർക്കുന്നെന്നും തങ്ങൾക്ക് ഓപ്പറേഷനുമായി ബന്ധമില്ലെന്ന് അവർ വ്യക്തമാക്കി. ദക്ഷിണാഫ്രിക്കയിലെ പല രാജ്യങ്ങളും ഇതിനെ ആലംബിച്ചു. എന്നാൽ ഉത്തര കൊറിയ ഇതിനെതിരെ ശക്തമായ മുന്നറിയിപ്പാണ് നൽകിയത്. ഇതൊരു രാജ്യത്തിന്റെ പരമാധികാരമേലുള്ള കടന്നുകയറ്റമോ മൂന്നാം ലോക മഹായുദ്ധത്തിന് കാരണമായേക്കാമെന്ന് കിം ജോങ് ഉൻ മുന്നറിയിപ്പ് നൽകി. ഇതിനിടയിൽ ഉത്തര കൊറിയയിലെ കടലിലേക്ക് ബാലിസ്റ്റിക് മിസൈലുകൾ തൊട്ടുവിടുകയും ചെയ്തു. വെനിസുലയിൽ ഭാവി ലോകത്തിൽ ഏറ്റവും വലിയ എണ്ണ നിക്ഷേപമുള്ള രാജ്യമാണ് വെനിസുല. സൗദി അറേബ്യകളും റഷ്യകളും എണ്ണ അവിടെയുണ്ട്. നിലവിൽ അവിടെ കയറ്റുമതി ചെയ്യാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ കുറവാണ്. എന്നാൽ അമേരിക്കയുടെ നിയന്ത്രണത്തിൽ ഈ എണ്ണ വിപണിയുടെ ആയാൽ അടുത്ത 20 വർഷത്തേക്ക് അമേരിക്കയെ വെല്ലുവിളിക്കാൻ ആർക്കും കഴിയില്ല. അമേരിക്കൻ ഇപ്പോൾ വെനിസുലയിൽ ഒരു ഇടകാല സർക്കാർ രൂപീകരിച്ചിരിക്കുകയാണ്. പുതിയ നേതാവിനെ തിരഞ്ഞെടുക്കുമെങ്കിലും ഇദ്ദേഹം അമേരിക്ക പറയുന്നത് അനുസരിക്കുന്ന ആളായിരിക്കണം. സദീം ഹുസൈന്റെ കാര്യത്തിലും മൊഡോറയുടെ കടുത്ത ശിക്ഷ ലഭിക്കുന്നതിന് സാധ്യത. റഷ്യ ഉക്രൈനെയും ചൈന തായ്വാനെയും അമേരിക്ക വെനിസുലയെയും ലക്ഷ്യം വയ്ക്കുമ്പോൾ വൻശക്തികൾ ചെറിയ രാജ്യങ്ങളെ നശിപ്പിക്കുമോ എന്ന ചോദ്യം ഉയർന്നു വരുന്നത്. മൊറോഡയുടെ ഭരണം അവസാനിച്ചെങ്കിലും വെനിസുലയുടെ ഭാവി എന്താകുമെന്ന് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടി വരും. കൂടുതൽ വിവരങ്ങൾക്കായി ക്രിയേഷൻ ഓഫ് ബ്യൂട്ടി എന്ന ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ.